യേശു ക്രിസ്തുവിൽ എത്രയും സ്നേഹം നിറഞ്ഞവരെ, പത്രോസിൻ്റെ വിശ്വാസ പ്രഖ്യാപനമാണ് നാം ഇന്ന് സുവിശേഷത്തിൽ വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്നത്. നീ ജീവിക്കുന്ന ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ് എന്ന സത്യം വിശുദ്ധ പത്രോസ് എങ്ങനെ ഗ്രഹിച്ചു, എങ്ങനെ അദ്ദേഹത്തിന് ഇത്ര ഉറച്ച ബോധ്യത്തോടെ പ്രഖ്യാപിക്കുവാൻ സാധിച്ചത് എന്ന് നാം ചിന്തിക്കുകയാണെങ്കിൽ അതിനുള്ള മറുപടി ക്രിസ്തു തന്നെ ഇന്നത്തെ സുവിശേഷത്തിൽ പറഞ്ഞു വയ്ക്കുന്നത് ഇപ്രകാരമാണ്: യോനായുടെ പുത്രനായ ശിമയോനെ, നീ അനുഗ്രഹീതൻ, എന്തെന്നാൽ മാംസവും രക്തവുമല്ല, സ്വർഗസ്ഥനായ എൻ്റെ പിതാവാണ് നിനക്കിത് വെളിപ്പെടുത്തി തന്നത്. അദ്ദേഹത്തിൻ്റെ അറിവിൽ നിന്ന് ലഭിച്ചതല്ല ഈ സത്യം, മറിച്ച് ദൈവം വെളിപ്പെടുത്തി കൊടുത്തതാണ്. ദൈവ അനുഭവത്തിൽ നിന്ന് പത്രോസിന് ലഭിച്ച സത്യമാണ് നീ ജീവിക്കുന്ന ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ് എന്ന് പറയുന്ന സത്യം. അതേ സ്നേഹമുള്ളവരെ, നമുക്കെല്ലാവർക്കും ഒത്തിരിയധികം അറിവ് ഉണ്ട് എന്നുള്ളതാണ്. എന്നാൽ ഒരു യഥാർത്ഥ ക്രിസ്തു ശിഷ്യൻ ഈ അറിവിൽ നിന്ന് അനുഭവത്തിലേക്ക് വളരണം. പത്രോസിനെ പോലെ അനുഭവത്തിലേക്ക് വളരുമ്പോഴാണ് നമുക്ക് സത്യം ഗ്രഹിക്കാനും ആ സത്യം പ്രഘോഷിക്കുവാനും സാധിക്കുന്നത്. കേസറിയ ഫിലിപ്പിൽ വെച്ച് ഞാൻ ആരാണെന്നാണ് മറ്റുള്ളവർ പറയുന്നത് എന്ന ആദ്യ ചോദ്യത്തിന് നീ സ്നാപക യോഹന്നാനാണ്, ഏലിയയാണ്, ജെറമിയയാണ്, പ്രവാചകന്മാരിൽ ഒരാളാണെന്നൊക്കെ ഉത്തരമരുളിയ ശിഷ്യന്മാർ മറ്റുള്ളവരിൽ നിന്ന് ലഭിച്ച അറിവാണ് പങ്കുവച്ചത്. എന്നാൽ ഞാൻ ആരാണെന്നാണ് നിങ്ങൾ പറയുന്നത് എന്ന രണ്ടാമത്തെ ചോദ്യത്തിന് സ്വന്തം അനുഭവത്തിൽ നിന്നാണ് പത്രോസ് ഉത്തരമരുളുന്നത്: നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണെന്ന്. ഈ അനുഭവമുള്ളവർക്ക് മാത്രമേ സത്യം ഗ്രഹിക്കുവാനും സത്യം പ്രഘോഷിക്കുവാനും സാധിക്കുന്നത്. ജനിച്ച നാൾ മുതൽ ഒരുപാട് അറിവുകൾ ക്രിസ്തുവിനെക്കുറിച്ച് സ്വന്തമാക്കിയവരാണ് നാം. അമ്മ നൽകിയ പ്രാർത്ഥനാനുഭവങ്ങൾ, ഇടവക വൈദികൻ്റെ പ്രസംഗ വ്യാഖ്യാനങ്ങൾ, കാറ്റഗിസം ടീച്ചേഴ്സിൻ്റെ വേദപാഠങ്ങൾ, അനുദിന വചന വായനകൾ, വിശുദ്ധരുടെ അനുഭവ പുസ്തകങ്ങളൊക്കെ നമുക്ക് നൽകിയ അറിവിൻ്റെ ധാരാളിത്യമുണ്ട്. അവയൊക്കെ നമ്മുടെ ആത്മീയ യാത്രയ്ക്ക് സഹായകം തന്നെയാണ്. എന്നാൽ വെറും ഈ അറിവുകളുടെ ബലത്തിലാണ് നാം ക്രിസ്തുപാത പിന്തുടരുന്നെങ്കിൽ അതിലൊരുപാട് അപകടങ്ങളും അപാകതകളുമുണ്ട്. ക്രിസ്തുവിനെക്കുറിച്ച് പറഞ്ഞു തന്നവർ തന്നെ കൂറുമാറിയിക്കാൻ, സാക്ഷിയായവർ തന്നെ എതിർ സാക്ഷ്യം വഹിച്ചേക്കാൻ. കാരണം ബാഹ്യമായി ആർജിക്കുന്ന അറിവുകൾക്ക് ഒരുപാട് പരിമിതികളുണ്ട്. അത് തെറ്റോ ശരിയോ ആകാം, ചിലപ്പോൾ അവ്യക്തമോ അബദ്ധമോ ആകാം. അത് ക്ഷണികമാണ്. എന്നാൽ ഒരു മനുഷ്യൻ ലഭിക്കുന്ന ആന്തരികമായ അനുഭവത്തിൽ നിന്ന് ലഭിക്കുന്ന അവബോധം, അതിനെ ഒരിക്കലും ആർക്കും തകർക്കുവാൻ സാധിക്കുകയില്ല, അതിനെ കവർന്നെടുക്കാൻ സാധിക്കുകയില്ല. അത് ശാശ്വതമാണ്. ആ അനുഭവമുള്ളവനെ ഒരിക്കലും ആർക്കും തകർക്കുവാനും സാധിക്കുകയില്ല. അതാണ് പത്രോസിൻ്റെ ജീവിതം ഓർമ്മപ്പെടുത്തുന്നത്. ക്രിസ്തുവുമായിട്ടുള്ള അനുഭവത്തിൽ നിന്ന് അദ്ദേഹം ക്രിസ്തുവിനെ മനസ്സിലാക്കുകയും ആ ക്രിസ്തുവിന് വേണ്ടി ഏത് പ്രയാസങ്ങളെ അതിജീവിച്ച് മുന്നോട്ട് പോകുവാൻ അദ്ദേഹത്തിന് സാധിക്കുകയും ചെയ്തത്. പ്രിയമുള്ളവരെ, ക്രിസ്തു ശിഷ്യരെന്ന നിലയിൽ നമുക്ക് അറിവുകൾ ധാരാളമാണ്. ആ അറിവിൽ നിന്ന് അനുഭവത്തിലേക്ക് വളർന്ന് പത്രോസിനെ പോലെ സത്യം ഗ്രഹിക്കുവാനും ആ സത്യത്തിന് സാക്ഷ്യം വഹിക്കുവാനും നമുക്ക് സാധിക്കട്ടെ. അതിനുള്ള അനുഗ്രഹത്തിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം.